ഞാനിങ്ങനെ ഓരോ ജില്ലയിലും പോയിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് മലപ്പുറത്ത് വരാത്ത, മലപ്പുറത്ത് വീഡിയോ ഒന്നും നിങ്ങൾ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 13 ഫുഡ് സ്പോട്ട് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് അവരുടെ സർവീസിലാണ്. അടിപൊളി സർവീസായിരുന്നു. ഞങ്ങൾ 13 ഫുഡ് സ്പോട്ടിൽ പോകണമെങ്കിലും 13 ഫുഡ് സ്പോട്ടിൽ നല്ല സർവീസായിരുന്നു. ചിലപ്പോൾ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ നല്ല ഫുഡ് കൊടുക്കുകയെങ്കിലും സർവീസ് ചിലപ്പോൾ ഷോക്കാണെങ്കിൽ നമ്മൾ രണ്ടാമത് പോകാൻ റീത്തിങ്ക് ചെയ്യും. കാരണം സർവീസ് മോശമാണെങ്കിൽ ആർക്കായാലും രണ്ടാമത് പോകാൻ ചെറിയൊരു മടി ഉണ്ടാവും. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അടിപൊളിയായിട്ടാണ് നമ്മളവർ കെയർ ചെയ്യുക. നല്ല സ്നേഹത്തോടെയാണ് നമ്മൾ സംസാരിക്കുക. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഓൾമോസ്റ്റ് ഒരു 13 ഫുഡ് സ്പോട്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ആദ്യത്തെ പാർട്ടിൽ 7 പുതിയ ഫുഡ് സ്പോട്ടാണ്. പുതിയതൊന്നുമല്ല, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത 7 ഫുഡ് സ്പോട്ടാണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫുഡ് സ്പോട്ട് ഹോട്ടൽ മുബാറക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ മലപ്പുറം തിരൂർ കോറാടാണ് ഇത് സ്ഥിതി ചെയ്യണത്. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണ്, ഭയങ്കര ഫേമസും ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പുലർച്ചെ ഒരു 3 മണിക്ക് ഇത് ഓപ്പൺ ആവും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലിവറും മട്ടനും കുട്ടനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പൊറോട്ട ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ 6 മണിക്ക് ശേഷം വന്നാൽ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് പോകണ ഒരു കിച്ചൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ അതുപോലെ തന്നെ പാസ് ചെയ്തപ്പോൾ ഞാൻ ഒരു കിച്ചൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടാണ് അതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഈ കാലത്തൊക്കെ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് കിച്ചൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും നോ അഡ്മിഷൻ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് അവർ അപ്പോഴെ തന്നെ പറയും. ആ ഒരു കാലത്ത് ഒരു കിച്ചൺ ഇതുപോലെ തുറന്നു നോക്കണമെങ്കിൽ അവർ കോൺഫിഡൻസ് ലെവൽ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഫുഡ് സ്പോട്ടാണ് തന്നെ നമ്മൾ അധികം ഓർഡർ ചെയ്യാനില്ല. കാരണം നമുക്ക് ഇനിയും കുറേ ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യണം തന്നെ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കുറച്ച് പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ ലിവറും മട്ടനും കൂട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ 2 കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഒന്ന്, ഇവിടുത്തെ മീറ്റിൻ്റെ ക്വാളിറ്റിയാണ്. ഏത് കറി നമ്മൾ ഓർഡർ ചെയ്താലും നല്ല അടിപൊളി മീറ്റാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കിഡിലെ മീറ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീർച്ചയായും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ പൊറോട്ടയുടെ ക്വാളിറ്റി നല്ല അടിപൊളി പൊറോട്ടയാണ്. നല്ല ക്രിസ്പി പൊറോട്ട എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലിവറാണ്. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ട കുട്ടനാണ്. രണ്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബാക്കി കറികളൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ 2 ഐറ്റംസ് ആണ്. ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും ഈ 2 ഐറ്റംസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കഴിച്ചതിൽ ഇഷ്ടമായത് ഏതാ? ലിവർ റോസ്റ്റ്. ലിവറാ? അതിനാ അതിനേത് ഇഷ്ടമായി കൊടുത്തത്? ലിവർ. ലിവറാ? ലിവർ തന്നെ. സെക്കൻഡ് പ്രൈസ് കൊടുക്കാനുള്ള മട്ടൻ. 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 അതിനാ? കുട്ടൻ. കുട്ടൻ. ഓ, വെറുതെ പറയാന്നെ. തേർഡ് പ്രൈസ് സവാളക്ക്. എല്ലാത്തിന്റെ ഒപ്പം പൊറോട്ട. ഇവിടുത്തെ പൊറോട്ട, പൊറോട്ടനെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ കഴിച്ചത് വെള്ളപ്പം പുട്ടാണ്. സ്റ്റീം പൊറോട്ട. അപ്പൊ നമുക്ക് ഇത് കാണിച്ചത് മലപ്പുറത്തിന്റെ സ്വന്തം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ തിരൂര് വയലത്തൂരുള്ള ആസ്ഥാന ബേക്കറിയിലേക്കാണ്. ഇവിടുത്തെ മടക്കുന്ന തന്നെ ഒരു ഐറ്റം ട്രൈ ചെയ്യാനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫുഡി ട്രാവലർ റെക്കമെൻഡ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. 1 കിലോന് ഇതിന് ചാർജ് ചെയ്യുന്ന 200 രൂപയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാ കഴിച്ചോക്കിയ നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പോയി നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അവിൽ മിൽക്ക് കൊടുത്തുനിന്ന് അവകാശപ്പെടുന്ന കടയിലേക്കാണ്. അത് വേറെ എവിടെയല്ല, നമ്മുടെ മലപ്പുറം കോട്ടയ്ക്കുള്ള VH അവിൽ മിൽക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ലോഡ് പഴക്കൊലൊക്കെ വെച്ചേക്കണ കാണാൻ പറ്റും. സത്യം പറയല്ലോ, ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ഹോൾസെയിലായിട്ട് പഴങ്ങൾ കൊടുക്കണമെന്നാണ്. അതൊന്നല്ല, അതെല്ലാം അവർ ഉപയോഗിക്കുന്നത് അവിടുത്തെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് പഴം ഹോൾസെയിലായിട്ട് കൊടുക്കണ്ടാവും. കണ്ടിട്ട് ഇവരെന്തോ പഴം ഹോൾസെയിലായിട്ട് കൊടുക്കണ പോലെ തോന്നുന്നുണ്ട്. ഇവരെ പഴം ഹോൾസെയിലായിട്ട് കൊടുക്കണ്ട. ഇല്ലല്ല, ഇത് ഫുള്ള് ഇവിടെ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ മാത്രം. ഇതെന്തത് ലിമിറ്റ് ഒക്കെ ഇല്ലേ കഴിക്കണേന്? കൊണ്ടുവന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 100ലധികം അവിൽ മിൽക്ക് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഓർഡർ ചെയ്ത അവിടുത്തെ സ്പെഷ്യൽ അവിൽ മിൽക്കും അതുപോലെ തന്നെ നോർമൽ അവിൽ മിൽക്കാണ്. നോർമൽ അവർ ചാർജ് ചെയ്യുന്നത് 30 രൂപയാണ്, സ്പെഷ്യൽ അവർ ചാർജ് ചെയ്യുന്നത് 40 രൂപയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു നോർമലാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പല സ്ഥലത്തും ഇപ്പോൾ അവിൽ മിൽക്ക് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഫലൂദകളെ പോലെ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും 100 ടൈപ്പ് അവിൽ മിൽക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ ഓരോന്നൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർ 100 ടൈപ്പ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. എനിക്കെന്തോ അങ്ങനത്തെ ടൈപ്പ് അവിൽ മിൽക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇവിടുത്തെ നോർമൽ അവിൽ മിൽക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ്
പഴവും അതുപോലെ തന്നെ അവിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കുടിച്ചത് സാധാ കുടിച്ചില്ല സാധാ കുടിച്ചിട്ടുള്ളൂ. നീ പിന്നെ ഇപ്പൊ തന്നെ കുടിച്ച സാധനം അതിനാല് നോർമൽ അല്ലേ? അതിന് കൂടുതൽ നോർമൽ ഇല്ലാത്തൊരു വ്യത്യസ്ത അഭിപ്രായം നമുക്ക് ഇഷ്ടമായതുകൊണ്ടാ എപ്പോഴും വ്യത്യാസം വേണം. 66 നല്ല ടൈപ്പ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാ? നോർമൽ നമ്മൾ രണ്ടെണ്ണം കഴിച്ചോളൂ കേട്ടോ. സ്പെഷ്യലും നോർമൽ നോർമൽ തന്നെ കഴിച്ചാൽ മതി അല്ലേ? അതാടിപൊളി. നമ്മളുടെ ഫുഡി ട്രാവലറിന്റെ അടുത്ത് വെച്ച് നോക്കാം. പുള്ളി ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്. ഞാൻ വരുന്ന ആളാണ്. നോർമൽ അവിൽ മിൽക്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഞാനും അത് കഴിക്കാൻ പറയുള്ളൂ. ബാക്കിയുള്ളതിനെക്കാൾ ബെറ്റർ തന്നെ. അല്ല ഈ കാലത്തെ കുറേ ടൈപ്പ് അവിൽ മിൽക്കുകളുണ്ട്. അവിൽ മിൽക്ക് ഒരു ഫലൂദയുടെ ഒരു ട്രെൻഡ് പോണ പോലെ. അതൊക്കെ അതൊന്നും ഒഴിവാക്കി ഇതൊന്ന് കഴിച്ചു നോക്കി. സത്യം എനിക്കത് വലിയ താല്പര്യമില്ല അങ്ങനത്തെ അവിൽ മിൽക്കുകൾ. നോർമൽ അവിൽ മിൽക്ക് ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. നമ്മൾ അടുത്തൊരു ബിരിയാണി കഴിക്കാനാണ് പോകുന്നത്. അത് വേറെ എവിടെയല്ല, കഴിഞ്ഞൊരു 16 വർഷത്തോളമായിട്ട് കോട്ടക്കൽ ഭാഗത്ത് നല്ലൊരു ബിരിയാണി കൊടുക്കുന്ന ബെസ്റ്റ് ബിരിയാണി സെൻറ്ററിലേക്കാണ്. ഇവിടെ പല ടൈപ്പ് ബിരിയാണിയും കാര്യങ്ങളും അവർ സെർവ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, കാട ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ബിരിയാണി, ദം ബിരിയാണി, അങ്ങനെ പല ടൈപ്പ് ബിരിയാണി ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. ഏതാ അടിപൊളി? എല്ലാം അടിപൊളി. ഒരെണ്ണം പറയും. കുട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ കഴിക്കാം. അവിടുത്തെ കുട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ബിരിയാണി എല്ലാം അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടൻ ബിരിയാണിക്കൊക്കെ 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആ ഒരു റേറ്റിനൊക്കെ റിയലി വേർത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചിക്കൻ ഫ്രൈ ബിരിയാണി ഉണ്ട്, അതിന് 80 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ മാത്രം അവർ സെർവ് ചെയ്യുന്നുണ്ട്, അതിന് ഒരു പീസിന് 45 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഫ്രൈ ആണ് നല്ലത്. ഫ്രൈ അങ്ങനെ കഴിക്കാണ്ട് പറഞ്ഞു ഓൻ ചക്കട്ട പോലാത്ത ചക്കട്ടപ്പ് പോലാത്ത ഓരോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ലാങ്ങാ ചിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ അല്ലേ? ഒരു പീസ് ചിക്കൻ ഫ്രൈ എടുക്കണോ എക്സ്ട്രാ? വേണ്ട അല്ലേ? നമ്മൾ അടുത്ത സ്പോട്ടും കോട്ടക്കിൽ തന്നെയാണ്. കോട്ടക്കിലുള്ള മരുപ്പച്ച എന്ന് പറയുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് സ്പോട്ടാണിത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടുത്തെ പ്രധാന താരം എന്താണെന്ന്. കരിക്കനെയാണ്. കരിക്ക് വെച്ച് ഒരു ലോഡ് ഐറ്റംസ് ഒരു സെർവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഷ്യൂ വെച്ചിട്ടുള്ള കരിക്കിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ലൈം വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, പിന്നെ നോർമൽ, അതുപോലെ തന്നെ ഇത് 4 ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനേ എല്ലാം കൂടി ലാസ്റ്റ് പറഞ്ഞു ഇത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇത് കുടിക്കുമ്പോൾ തോന്നുന്നു ഇത് അടിപൊളിയാണ്. ചേട്ടൻ്റെ ഒരു പവർ വന്നിട്ടുണ്ടായിരുന്നു. ഒടിച്ച് കലക്കി അമർത്തി തേച്ചിട്ടുണ്ട്. എന്ത് തേച്ചിട്ടെന്ന്? ഒടിച്ച് കലക്കി അമർത്തി തേച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ പുളി ചെറുക്കുന്നു. പതുക്കൊന്നും വെച്ചെന്ന് അതാണോ ടേസ്റ്റ്? ഇതിപ്പോ കുടിച്ചോണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് തോന്നി. കുടിച്ച 4 എണ്ണം സൂപ്പറാണ്. കുടിച്ചത് 4 എണ്ണം സൂപ്പറാണ്. പക്ഷെ എനിക്ക് ലാസ്റ്റ് കുടിച്ചോണ്ടേ കുറച്ച് നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത എല്ലാ ഐറ്റംസും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ടെൻഡർ കാശ് ആയാലും ടെൻഡർ ലൈം ആയാലും എല്ലാം കിടലും ടേസ്റ്റ് ആയിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ നോർമൽ കരിക്ക് ജ്യൂസാണ്. നിങ്ങൾ ഇവിടുന്ന് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടിക്കും 100% ഉറപ്പാണ്. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊന്നും തരോ? അതൊന്നും തരാൻ സമയം ഉണ്ടാവും. നീ കൊടുക്കണമെങ്കിൽ കൊടുത്താലും ഞാൻ കൊടുക്കുന്നത്. അതിന്റെ പേര് വിഷമം ടെൻഷൻ
അപ്പോൾ നമ്മളെ മരുപ്പച്ചയിലെ 5 ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. 5ഉം ഒരു രക്ഷയില്ല, അടിപൊളി. കരിക്ക് ലൈമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുകയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കരിക്ക് ജ്യൂസ് 10 ൽ 10 കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പ്രധാന താരം ഫവാസിൻ്റെ അടുത്ത് നോക്കി. ഫവാസ്, എന്താണ് അഭിപ്രായം മരുപ്പച്ചനെ പറ്റി 2 വാക്ക്? മരുപ്പച്ച അടിപൊളിയാണ്, മരണമാസമാണ്. ജ്യൂസാ, ഷേക്കാ, കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജ്യൂസാണ്. ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമത്തെ ഇഷ്ടപ്പെട്ടത് കാഷ്യൂവിൻ്റെ പരിപാടി. കാഷ്യൂ ഷേക്ക് അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ടാന്ന് തോന്നുന്നു. 5 കൊല്ലമല്ലേ? 5 കൊല്ലം ഈ സ്പോട്ട് ഇവിടെ. രാവിലെ എത്ര മണി തൊട്ടിട്ട് ഈ സ്പോട്ട്? രാവിലെ ഒരു 11 മണി ആ ടൈം മുതലുണ്ടാവും. പിന്നെ രാത്രി ഒരു 11 മണി ആ ടൈം വരെ കാണാം. അപ്പോൾ രാവിലെ 11 മണി തൊട്ടിട്ട് ധൈര്യമായിട്ട് കൊടുക്കുക വന്നോ? 100% സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് അല്ലേ? പറ്റും. മസ്റ്റ് ട്രൈ ആണോ? മസ്റ്റ് ട്രൈ. ഷെയ്ക്കിന് 50 രൂപ ഉള്ളൂ, ജ്യൂസിന് 35 രൂപ കണ്ടേ ഉള്ളൂ. ടൈമിന് കറക്റ്റ് റേറ്റ് അറിയില്ല. കാഷ്യൂവിന് 70 രൂപ ഉള്ളൂ. കാഷ്യൂ ഒക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഷേക്കാട്ടോ അല്ലേ? അത് ഭയങ്കര തിക്കാണ്. കാഷ്യൂ എടുത്ത് നമുക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജ്യൂസിനെ പറ്റിയിട്ട് ഇനി പറയാൻ വാക്കില്ല. 10 ൽ 10 തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇനി കരിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു പറയണം. അത് ഓരോരുത്തരും ഇഷ്ടം. ഇതിപ്പോ എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാൻ ഇഷ്ടമില്ല. അപ്പോൾ ധൈര്യമായിട്ട് വരാം, ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈ അല്ലേ? ഓക്കെ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അറഫയാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ മലപ്പുറം ടൗണിൽ ലൊക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ തേങ്ങാച്ചോറും ബീഫ് ഒലത്തിയതും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും കടായി ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര അല്ലേ? 89 തുടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കാലമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര കാലമായിട്ടോ? എത്ര വർഷം തുടങ്ങി? 23 അന്ന് തൊട്ട് ഇക്കാണ് ഇതിന്റെ പിന്നില്. രാവിലെ എത്ര മണി തുടങ്ങാം? 7 മണി തൊട്ട് ഈ സമയം രാത്രികൾക്കൊന്നും ഉണ്ടാവില്ല? ഇല്ല. അപ്പൊ ഞങ്ങളാണ് ഇന്നത്തെ ലാസ്റ്റ്. ഒരു സംഭവമില്ല. അത് കിട്ടിയത് ഞങ്ങൾക്ക് ഫ്രഷ്, പിറ്റേ ദിവസം ഫ്രഷ് സാധനങ്ങള് അത്രേ ഉള്ളൂ. കടക്കാൻ കഴിയില്ലോ, 4:30 മണിക്ക് കടക്കാൻ കഴിയില്ലെങ്കിൽ. ശരിയാ. അപ്പൊ നമ്മൾ ഫുഡ് അടി കാര്യങ്ങൾക്ക് തുടങ്ങി. നമ്മളാണെങ്കിൽ ഇന്ന് അധികം ഹെവി ഫുഡ് സ്പോട്ടുകൾ കവർ ചെയ്തിട്ടില്ല. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ തേങ്ങാച്ചോറിന് അവർ ചാർജ് ചെയ്യുന്നത് 30 രൂപയാണ്. പിന്നെ ബീഫ് ഒലത്തിയത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 100 രൂപയാണ് ചാർജ് ചെയ്യണത്. ഇവിടുത്തെ തേങ്ങാച്ചോറും അതുപോലെ തന്നെ ബീഫ് ഒലത്തിയതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 90 രൂപയാണ് ചാർജ് ചെയ്യണത്. പിന്നെ ഒരു ചിക്കൻ കടായി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയില്ല, നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ തേങ്ങാച്ചോറും അതിൻ്റെ കൂടെ ബീഫ് ഒലത്തിയത് കഴിക്കാനാണ്. അതാണ് അവിടുത്തെ ഫേമസ് കോമ്പിനേഷൻ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ തേങ്ങാച്ചോറും അതിൻ്റെ കൂടെ കടായി ചിക്കൻ കഴിക്കാനാണ്. രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ ആ ദിവസത്തെ പ്രശ്നമായിരിക്കാം, എനിക്ക് അവിടുത്തെ തേങ്ങാച്ചോറും ബീഫ് ഒലത്തിയതും വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല, ഒരു ഏവറേജ് ടേസ്റ്റാണ് തോന്നിയത്. പക്ഷേ അവിടുത്തെ കടായി ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മലപ്പുറത്ത് തേങ്ങാച്ചോർക്ക് ബെസ്റ്റ് ബീഫാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചിക്കൻ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടേ പോവുള്ളൂ. ഇപ്പൊ ഏതാ ചിക്കൻ അല്ലേ സൂപ്പർ? പക്ഷെ നമ്മളെ എവിടെ പോയാലും ബീഫ് ഫസ്റ്റ് കൊടുക്കുള്ളൂ. ബീഫിന് മോശമായാലും ബീഫിൽ തള്ളി പറയണ കാരണം ബീഫ് കൊടുത്താൽ പൊറോട്ടന് കൂടുതൽ ഇഷ്ടം. ഇനി അഥവാ ഈ ബീഫ് മോശമായാലും ബീഫിന് തള്ളി പറയില്ല, അത് പറയൂല. ബീഫ് നമ്മൾ പോയില്ലേ. ഹാനി, നിങ്ങൾ എത്ര കാലമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചതും നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്താണ് എയർപോർട്ട് ഹോട്ടലുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ? സ്കൂളിലത്തെ സ്റ്റുഡൻസ് ഒക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. മെയിനായിട്ട് ഇവിടുത്തെ തേങ്ങാച്ചോറും അതിന്റെ കോമ്പോ സംഭവങ്ങളാണ്. പക്ഷെ ഞാൻ കൂടുതൽ വന്ന് പൊറോട്ട ബീഫ് ബീഫ് ഒലത്തിയത്. പക്ഷെ നമ്മൾ ഇന്ന് വന്നപ്പോ മാറ്റി. നമ്മൾ വന്ന സമയം വേറെ. നമ്മൾ വന്ന സമയം എപ്പോഴാന്ന് ഓർമ്മ ഉണ്ടാ? നമ്മൾ 3:30 കഴിഞ്ഞു. 12 മണിക്ക് ഇവിടെ എത്താന്ന് പറഞ്ഞത് രാവിലെ 5 മണിക്ക് എത്താന്ന് പറഞ്ഞത് 9:30. നമ്മുടെ ഹാനിക്കാട ഹോൾഡ് വെച്ച് ഇവിടെ സാധനങ്ങളൊക്കെ ഇടിപ്പിച്ച് വെച്ച് ഹാനിക്കയാണ് നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചത്. ഇത് മലപ്പുറംകാരുടെ ഒരു വികാരങ്ങളിലൊന്നായിരിക്കും ഈ സ്പോട്ട്.
തീർച്ചയായും. എന്നിട്ട് താനൊരു മലപ്പുറംകാരനല്ലേ? താൻ ഇതുവരെ വന്നിട്ടുണ്ട് അവിടെ? അതാണല്ലേ? അതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ നല്ല അടിപൊളി കരിക്ക് ജ്യൂസ് കിട്ടുന്നതാണ്. നമ്മളിങ്ങോട്ട് പോയതാണ്. ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത് 30 രൂപയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ട്രയൽ അടിക്കാൻ ആകെ ഒരു ഗ്ലാസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മലപ്പുറത്ത് വന്നിട്ട് ആകെ കരിക്ക് ജ്യൂസ് അതുപോലെ തന്നെ ബീഫ് മാത്രം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഗ്ലാസ് നമ്മൾ ഓർഡർ ചെയ്ത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തി. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കിഡിലും കരിക്ക് ജ്യൂസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു 5-6 കരിക്ക് ജ്യൂസ് അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് വേറെ സ്പോട്ടിലേക്ക് പോയുള്ളൂ. ജ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അതായത് ഇപ്പോൾ ഓരോന്നിനും ഓരോ ടൈമാണ്. ഓരോ കായ് ഓരോ മൂപ്പിന്റെ ഇളമി ഉണ്ടാവും. ഒരു കായ് മൂത്ത് കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ച് മിക്സിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ജ്യൂസ് ആയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. രാവിലെ എത്ര മണി തൊട്ട് രാത്രി എത്ര മണി? രാവിലെ ഒരു 7:30 തൊട്ട് ഉണ്ടാവും. രാത്രി ഒരു 10 മണി വരെ. 10 മണി വരെ ഉണ്ടാവും. എപ്പോൾ വന്നാലും ഈ സെയിം സാധനം കിട്ടും. ഇവിടെ ഓൾറെഡി കരിക്ക് ജ്യൂസ് അടിച്ചു വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ അടിച്ചു വെച്ച കരിക്കിന്നാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ 5-6 ഗ്ലാസ് അടുപ്പിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്ത കരിക്ക് തീർന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പുള്ളി പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കുടിച്ചിരിക്കും. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു കട ഇങ്ങനെ അല്ലായിരുന്നു ആദ്യം. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഈ കട ഈ സെറ്റപ്പ് അല്ല, അത് പയ്യ ഒരു സെറ്റപ്പാണ്. അതിലിപ്പോ കാക്ക പറയുന്നുണ്ട് നമ്മളാ വീഡിയോ ഒന്ന് ഇറങ്ങിയതിനു ശേഷം ഒന്ന് ഉഷാറായി നമ്മളെ കൂടെയുള്ള നിസ്സാരക്കാരനല്ലാന്ന് മനസ്സിലായില്ലേ? അതേമാതിരി ഇവിടെ ഒരു കുടുക്ക ബിരിയാണി ഇടുന്ന സ്പോട്ട് ഉണ്ട്. ഇതേപോലെ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം മുതൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. അങ്ങനെ ഒരു ഭാഗ്യം പഠിത്തം നമുക്ക് തരുന്നുണ്ട്. ഇതേപോലെയാണ് ആ മറ്റേ 2 ലിറ്ററിന്റെ ജ്യൂസിൻ്റെതും വീഡിയോ ചെയ്ത് അവിടെ ഫുള്ള് തിരക്ക് ചലഞ്ചിന്. എന്തോ ഇഷ്ടമാണ് എൻ്റെ ആളുകൾ. എല്ലാവരും ഇത് കുടിച്ച് പ്രവാസി മാത്രം കുടിക്കാൻ ബാക്കിയുള്ള കുടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നെങ്കിൽ ഇതാണ് അവിടുത്തെ അടിപൊളി ചീൻസാണല്ലേ? അടിപൊളി. കുറച്ച് കുപ്പിയിലാക്കിയാലോ? കുപ്പിയിലാക്കി കൊണ്ടുപോയാലോ? നിങ്ങൾക്ക് അത് ഇഷ്ടമായേ? എനിക്ക് രണ്ടും ഇഷ്ടമായി. കമ്പയർ ചെയ്യണ്ട, തൊട്ടപ്പുറത്തുള്ളതല്ല, അങ്ങോട്ട് കമ്പയർ ചെയ്യണ്ട. ഒരു ബാധിക്കും. അതിനോട് ചോദിക്കാം. അത്ര അഭിനയം വേണ്ട, അത്ര അഭിനയം വേണ്ട. കുപ്പിയിലാക്കണോ? പൈസ കൊടുത്തോളൂ. അടിപൊളി. രക്ഷല്ലേ? നല്ല നമ്മ നല്ല നേരെ പറയും. അടുത്തോ അമ്മ കുടിക്കാൻ റെഡിയല്ലേ? ഇങ്ങനെ റെഡിയാണെങ്കിൽ കുടിക്കാൻ അമ്മ റെഡിയാണ്. അഞ്ഞാത്ത ചലഞ്ച് ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ചായയും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മലപ്പുറം കാവുങ്ങളിലുള്ള ചായസ് മക്കാനിയിലാണ് പോയത്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ചായ ഉണ്ട്. ഒന്ന് നോർമൽ ചായയും അതുപോലെ തന്നെ ഊട്ടി ചായ എന്നാണ് ഒരു ചായ, ഒരു സെർവ് ചെയ്യുന്നുണ്ട്. ഊട്ടി ചായ ഒരു സ്പെഷ്യൽ ചായയാണ്. അത് കുടിക്കാനാണ് നമ്മൾ ഇവിടേക്ക് പോയത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലുള്ള ചായസ് മക്കാനിയിലാണ്. ഇവിടെ ഒരു വെറൈറ്റി ചായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലപ്പുറം ഡോണായ ആനിക്കയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആനിക്ക, ഇവിടുത്തെ ചായയുടെ പ്രത്യേകത എന്താ? അതായത് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ചായ ഉണ്ടല്ലോ, ആ ചായൻ്റെ അടുത്തെത്തില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഫ്ലേവറുള്ള ചായ ഇവിടെ കുടിക്കാറുണ്ടോ? സ്ഥിരമായിട്ട് വരണം. 2 തരം ചായ ഉണ്ട്, നോർമൽ ചായയും പിന്നെ ഊട്ടി ചായ എന്ന് സ്പെഷ്യൽ പറഞ്ഞാൽ ആ സാധനം തരുള്ളൂ. ഊട്ടി ചായ ഒന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പറയാം, വേറെ പറയണം, എന്നാലും അത് കിട്ടുള്ളൂ. മലപ്പുറത്ത് നമ്മൾ ഇതുവരെ കഴിച്ച ഒരു സ്പോട്ട് പോലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ ഇവിടെയും ഇവിടുത്തെ ഊട്ടി ചായ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഊട്ടിയിൽ നിന്ന് കുടിച്ച ചായ എന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, കാരണം എനിക്കൊരു ഫീലിങ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ചായയാണ്. ആര് കുടിച്ചാലും ഇഷ്ടപ്പെടാവുന്ന ഒരു ചായ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വൈകിട്ടൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ചായയൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ അവിടുത്തെ പഴംപൊരി ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴംപൊരി കട്ട് ചെയ്തിട്ട് ബീഫിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ആവറേജ് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിവിടെ വരെയെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ഊട്ടി ചായ കുടിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അവസാനത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫവാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫവാസ് ആണെങ്കിൽ ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഊട്ടി ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫവാസിൻ്റെ അടുത്ത് ഊട്ടി ചായനെ പരിചയമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഫവാസ് പറഞ്ഞു നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഊട്ടി ചായ കുടിച്ച് കഴിഞ്ഞ് ഫവാസേ എന്താണ് സംഭവത്തിനായിട്ടുള്ള അഭിപ്രായം? ഊട്ടി ചായ പേരിൽ തന്നെ വെറൈറ്റി, എന്താണ് അഭിപ്രായം? അടിപൊളിയാണ്. ഊട്ടിയിൽ കുടിക്കണ അതേ ടേസ്റ്റ് ഇവിടെ കിട്ടണ്ട? എന്താ ഒരു ഉഷാറില്ല, ഉഷാറോടുകൂടി പറയേ. ഒരു ചായ കൂടി ആവാല്ലേ? ധൈര്യമായിട്ട് ഒന്ന് കുടിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് പറഞ്ഞേ, ഞാൻ കുടിച്ചിട്ടില്ല, അപ്പൊ എനിക്കറിയില്ല. സൂപ്പർ സാധനം. ഓക്കെ, അല്ല വേണി കയ്യിൽ വെച്ചാണ്ട് എടുക്കണോ? ഒരു കയ്യിൽ കുടിച്ചോണ്ടിരിക്കണ സാധനം ഉണ്ട്. ഇപ്പൊ സാധനം സെറ്റ്. അപ്പൊ എനിക്ക് എന്ത് സാധനം ട്രൈ ചെയ്ത് ചില പറയണെങ്കിൽ ഞാൻ ആൾക്കാരെ വഞ്ചിച്ച് പരിചയമില്ല, ആൾക്കാരെ വഞ്ചിച്ച് പരിചയമില്ല. വീഡിയോ എടുത്തോ നല്ല കണ്ടത്, ആൾക്കാരെ വഞ്ചിച്ച് പരിചയമില്ലാത്ത
ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലേ? ആ കുറച്ച് കയറിക്ക്. ഇനി പറയാലോ. ആ ഒന്ന് പിടിച്ചോ. ഗ്ലാസ് ഇടാനല്ലേ? ഗ്ലാസ് വെക്കാനാ. പറയട്ടെ. അപ്പോൾ നമ്മുടെ ഊട്ടി ചായ ഞങ്ങളെല്ലാവരും കുടിച്ചു കഴിഞ്ഞത് ഫവാസ് രണ്ടാമത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫവാസേ, എന്താണ് സംഭവത്തിനെ പറ്റിയുള്ള അഭിപ്രായം? കിട്ടുവാണ്. ഊട്ടി ചായ എന്ന് പറയുമ്പോൾ ഊട്ടിയിൽ കിട്ടണ ഫീൽ ഉണ്ടോ? ഉണ്ട്. പൊളിയാണ്. തണുപ്പില്ലാന്നേ ഉള്ളൂ. ആ തണുപ്പില്ലാന്നുള്ളു. ആ തണുപ്പില്ലാന്ന് ഊട്ടിത്തെ ആ ഒരു ക്ലൈമറ്റ് ഇല്ല. അല്ല, AC ഇട്ട് കുടിക്കണെങ്കിലും കുഴപ്പമില്ല. അത് തണുപ്പോഴൊന്നും കുടിക്കാം. വണ്ടി ഇരുന്ന് കുടിച്ചാലാ? വണ്ടിയിൽ നിന്ന് കുടിക്കണം. പക്ഷെ വണ്ടി ഷാർട്ടാക്കിട്ട് AC ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത് ചായ പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമായി. അപ്പോ മസ്റ്റ് ട്രൈ. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ധൈര്യമായിട്ട് എനിക്ക് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്യാം. ചീറ്റ് ചെയ്യാറില്ലാന്ന് ആദ്യമായിട്ടാ കുടിക്കണേ. രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ഫുഡ് സീരീസിന്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 7 ഫുഡ് സ്പോട്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 7 ഫുഡ് സ്പോട്ട് നല്ല കിടലൻ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സർവീസ് ആയാലും അടിപൊളിയായിരുന്നു. എല്ലാ ഫുഡ് സ്പോട്ടിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ 7 ഫുഡ് സ്പോട്ട് വീഡിയോ ഇടണങ്ങാട്ടി മുമ്പായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.